ഇൻഡസ്ട്രിയൽ എക്സ്പോ കണ്ണൂർ 2026 8, 9, 10 തീയതി കണ്ണൂർ നടക്കും. ഇത് ചൈന മിഷൻ വരുന്നതാണല്ലേ? ചൈനീസ് അസംബ്ലി കൊണ്ടുപോകണ പണിയാണല്ലേ കേട്ടോ. ഇതെന്നാ സംഭവം? ഇത് വന്നിട്ട് വേസ്റ്റ് എത്തിക്കുന്ന ഇൻസിനേറ്റർ ആണ്. വേസ്റ്റ് എത്തിക്കുന്ന ഇൻസിനേറ്റർ ഇത് ഡ്രം ടൈപ്പ് മോഡലാണ് വരുന്നത്. ഇതിലേക്ക് നമ്മൾ സാധാരണ വേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഡയപ്പർ, കിഡ്സ് ഡയപ്പർ, അഡൾട്ട് ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ കത്തിക്കാൻ പറ്റുന്ന വേസ്റ്റ് ഒക്കെ ഇതിൽ കത്തിക്കാൻ പറ്റും. നമ്മൾ ഈ ഡ്രമ്മിലേക്ക് വേസ്റ്റ് ഇട്ടതിന് ശേഷം സാധാരണ തീ കത്തിക്കാം, പേപ്പറിനകത്ത് തീ കത്തിച്ചാൽ മതി. എന്നതിന് ശേഷം നമ്മൾ ഡയപ്പറിൽ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കത്തിയിട്ട് താഴേക്ക് ചാരമായിട്ട് പോകും. അടിയിലത്തെ ചേമ്പറിൽ ചാരം കളക്ട് ആവും. റോക്കറ്റ് അടുപ്പ് വരുന്നത് 14, 17, 20 സൈസുകളിലാണ്. നമുക്ക് ഇഞ്ച് സൈസുകളിലാണ് റോക്കറ്റ് അടുപ്പ് വരുന്നത്. വിറക് ബ്രിക്കറ്റ്. 14 ഇഞ്ചിന് 14,000 തന്നെയാണ് വരുന്നത്. നമ്മൾ മാനുഫാക്ചറിംഗ് ഫാക്ടറി വന്നിട്ട് കൂട്ടുപറമ്പ് കണ്ണൂരാണ്. കണ്ണൂർ. പിന്നൊരു വിഷയം ഞങ്ങൾ മരിയ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ്. ഇന്റീരിയർ ഡിസൈനർ, ലാൻഡ്സ്കേപ്പർ, റെനോവേഷൻ വർക്ക് കംപ്ലീറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. ഓർഡറുള്ള വർക്ക് ചെയ്യുന്നത്. 27 years ആയിട്ട് ഫീൽഡിലുണ്ട്. സ്വന്തമായിട്ട് ഫാക്ടറി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഫാക്ടറി കൊയിലൂർ, പടിയൂരാണ് വരുന്നത്. പിന്നെ പ്രീസ് ലാബിന്റെ ഇതും ചെയ്യുന്നുണ്ട്. വെയിറ്റ്ലെസ് ലാബ് വെച്ചിട്ടുള്ള വീട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫാക്ടറി കഞ്ചിക്കോട്, പാലക്കാടാണ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് മോഡൽ ഇത് വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ചെലവ് കുറഞ്ഞ രീതിയിൽ മെറ്റീരിയൽ കൊണ്ടാക്കുന്നത് കോൺക്രീറ്റ് തന്നെയാണ്. പക്ഷെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇതിൽ ഉള്ളിൽ ഹോൾസ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഹീറ്റ് റെസിസ്റ്റ് ആയിരിക്കും. പിന്നെ ചെറിയ ചെലവിൽ തന്നെ നമുക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റും. കഞ്ചിക്കോടാണ് ഇതിന്റെ ഫാക്ടറി ഉള്ളത്. പക്ഷേ കേരളത്തിൽ എവിടെയായാലും നമ്മൾ ഇതുകൊണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി കൊടുത്ത് ഓർഡർ എടുക്കുകയും 10 അടി നീളത്തിലുള്ള ഒരു പീസ് 3 അടി വീതി ഉണ്ടാവും. ഇതെങ്ങനെ ജോയിൻ ചെയ്യാൻ ഇത് ജോയിൻ ചെയ്യാൻ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതേ അടിയിലും ഇതേപോലെ തന്നെ അതിനൊരു ചെറിയൊരു ഗ്യാപ്പും കൊടുക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് വെച്ചിട്ട് വളരെ കൂളായിട്ട് ഇത് വെച്ചിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ മില്ലിന് കുറച്ച് സ്പേസ് കൂടുതലുണ്ട്, സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഹോം സ്റ്റേ കൂടെ ഒക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഹോം സ്റ്റേ ഈ നമ്മൾ സോളാറൊക്കെ വെച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും. പക്ഷേ ഇത് ട്രിപ്പായി പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കില്ല. കറണ്ട് ബില്ല് വരുമ്പോഴേ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും. വീട്ടാവശ്യമൊക്കെ നോക്കാം. എവിടെയായാലും ഇതിന്റെ വലുത് വരുമ്പോൾ വെള്ളവും കൂടി എടുക്കുന്ന ടൈപ്പാണ്. അതിന് വരുമ്പോൾ നമുക്ക് വരുമ്പോൾ 8,000. ഇതൊക്കെ എന്തോ വരും? ഇത് വരുമ്പോൾ 4,000. അത് 14 അറ്റാച്ച്മെന്റ്. കാർഡ് വെച്ച് ഇത്
എന്തിനാ മിൽക്കിനും ഓയിലും ഫുഡ് ഐറ്റംസ് ഡയറി പ്ലാന്റ് ജ്യൂസ് ബിവറേജ് എത്ര മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ പ്രൈസ്? 0.4 mm ആണോ 4 mm? 2 mm ആണോ 0.2 mm? സാധാരണ നമ്മുടെ വാട്ടർ ടാങ്കിലൊക്കെ ഇപ്പോൾ വരുന്നത് 0.6 വരുന്നത് അതില്ല. അപ്പോൾ നിങ്ങളുടെ കാർഡ് ഒന്നും തരാറുണ്ട്? മിൽമ ജനത അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി മിനിച്ചർ മോഡൽ അല്ലേ? 100 ലിറ്റർ മുതൽ 1 lakh ലിറ്റർ വരെ കൊള്ളാവുന്ന ടാങ്കുകൾ ചെയ്യും. SS-ൻ്റെ ആണ്. തിക്നെസ് റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്തു. മാനുഫാക്ചറിങ് എവിടെയാ? മാനുഫാക്ചറിങ് കിൻഫ്ര, എളമ്പേരം കിൻഫ്ര, നാടുകാണി, പൂവം ആ ഒരു സൈഡ്. ഫീലിംഗിൻ്റെ എവിടെ നിന്നുണ്ടാക്കുന്നു? പെരുമ്പാറുന്നാണ് അത് പിന്നെ പ്ലൈവുഡിന് വേണ്ടിയിട്ടുള്ള അല്ലേ? ഈ തീപ്പെട്ടിക്കൊക്കെ ഈ മെത്തേഡാണ്. തീപ്പെട്ടി പൊളിക്ക് അല്ല നമ്മുടെ ശരിക്കും പ്ലൈവുഡിനാണ്. അല്ല തീപ്പെട്ടി പൊളിക്ക് ഞാൻ ഇതുപോലെ ഇതേ മെത്തേഡ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ EV ചാർജിങ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ്ങിൻ്റെ പ്രശ്നമാണ്, നമ്മളതും ചെയ്യുന്നുണ്ട്. അതിന് എത്ര ചാർജ്? ഇത് പ്രൈസ് എത്ര വരും? ഇത് ഇൻക്ലൂഡിങ് ട്രാൻസ്ഫോമർ അടക്കം നമുക്ക് ഒരു 25 lakhs വരും. സ്ഥലം ഒഴികെ ബാക്കി എല്ലാം സെറ്റാക്കി സ്ഥലം കസ്റ്റമർ ഇതിന് പെർമിഷൻ കിട്ടുമോ നമുക്ക്? എല്ലാം നമ്മൾ ചെയ്ത് റെഡി. റോഡിനായിട്ടുള്ള ഒരു ഇത് നോക്കേണ്ടി വരുന്നു. വേറെ പെർമിഷൻ്റെ ഇഷ്യൂ ഒന്നും നമ്മുടെ ഒരു കാറൊക്കെ എത്ര മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ഇല്ല. അത് വരുന്ന കാറിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഡിയാഗോ കാറൊക്കെ ആണെങ്കിൽ ഒരു 45 മിനിറ്റ് വരെ എടുക്കും. 45 മിനിറ്റ് വരെ എടുക്കും. നെക്സോൺ ഒക്കെ ആണെങ്കിൽ കുറച്ച് കുറയും. കാരണം നെക്സോൺ 40 വരെ ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, റിസീവിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഡിയാഗോ 24 എടുക്കും. ഒരു സമയം എത്ര വണ്ടി ചാർജ് ചെയ്യാൻ? 2 വണ്ടി 45 മിനിറ്റ് ഒക്കെ എടുക്കും അല്ലേ? ഇതൊക്കെ ഒരു ശരാശരി ഒരു നെക്സോൺ 45 മിനിറ്റ് കൊണ്ട് ചാർജ് ആവുമെങ്കിൽ നമ്മൾ അതിന് ഈടാക്കുന്ന തുക എത്രയായിരിക്കും? അത് എന്തിന്റെ മാനദണ്ഡം? ഒരു 30 വാട്ട്സ് എടുക്കുന്നു. അപ്പോൾ ഒരു യൂണിറ്റിന് 1 കിലോവാട്ടിന് ഒരു യൂണിറ്റിന് നമ്മൾ ഈടാക്കുന്നത് പകലത്ത് നേരെ 20 രൂപ, വൈകിട്ടാണെങ്കിൽ 26 രൂപ. ഓരോരുത്തർ അത് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ട് മാറ്റം ചെയ്യും. നമ്മൾ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു പെട്രോൾ പമ്പ് പോലെയൊക്കെ തന്നെ അത്രയും പ്രോഫിറ്റബിൾ ഒന്നും ആയിരിക്കാം. പെട്രോൾ പമ്പിന് ഉള്ളവരെക്കാൾ പ്രോഫിറ്റാണ് ശരിക്കും. പക്ഷേ പെട്രോൾ വണ്ടികളാണ് കൂടുതലെന്നുള്ളതുകൊണ്ടാണ് പ്രോഫിറ്റ് ഇവിടെ എഫക്ട് ചെയ്യുന്നത്. പെട്രോൾ പമ്പിന് നമുക്കൊരാളെ വെക്കേണ്ടത് പെട്രോൾ പമ്പിനെ സംബന്ധിച്ച് നമുക്കൊരാളെ വെക്കണം ബില്ല് ചെയ്യാൻ. നമ്മളെ ഓഫീസൊന്നും വർക്ക് ചെയ്യണം. ഇതൊക്കെ വേണം. ഇതിനതൊന്നും വേണ്ട, ഒരാളും വേണ്ട. മാൻ പവർ, നോ നീഡ് മാൻ പവർ. അല്ല കണക്ട് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അത് കസ്റ്റമർ തന്നെ നമ്മൾ ചെയ്യാം. കസ്റ്റമർക്ക് തന്നെ ചെയ്യാവുന്നത്. അപ്പോൾ പേയ്മെന്റ് എങ്ങനെ എടുക്കുക? പേയ്മെന്റ് ആദ്യം പേയ്മെന്റ് ചെയ്തിട്ടാണ് പേയ്മെന്റ് ചെയ്തിട്ടാണ്. അപ്പൊ എങ്ങനെ അറിയാൻ പറ്റും എത്ര നേരത്തേക്കാണ് നമുക്ക് എത്ര യൂണിറ്റ്? നമ്മൾ അടിച്ച പൈസ നമ്മൾ പെട്രോൾ അടിക്കുന്ന പോലെ തന്നെ ശരിക്കും. നമ്മളിപ്പോൾ ലിറ്റർ കണക്കാക്കി അടിക്കില്ലല്ലോ അധികം പെട്രോൾ. 500 രൂപയ്ക്ക് ഇതിൽ 500 രൂപ കിട്ടുന്ന വെച്ചാൽ അതിന് കണക്കാക്കി യൂണിറ്റ് ഒരു 5.6 അല്ലെങ്കിൽ 6.7 യൂണിറ്റ് ആണെങ്കിൽ അത് കണക്കായ ഓട്ടോമാറ്റിക് കേട്ടോ കറക്റ്റ് ചെയ്താൽ മതി. ഇത് കമ്പനിയുടെ ഒരു അതിൻ്റെ കമ്പനി ഹെഡ് ഓഫീസ് അങ്കമാലിയിലാണ്. മാനുഫാക്ചറിംഗ് ഒക്കെ അവിടെ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വിടുന്നത്. അവിടെ ഒരു വലിയ ഗോഡൗൺ ഉണ്ട്, നമുക്ക് തന്നെ വെയർ ഹൗസ് ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ അതേമാതിരത്തെ ഒരു വെയർ ഹൗസും ഒരു ഓഫീസും ഉണ്ട്. പിന്നെ ഉള്ളത് തമിഴ്നാട്ടിലാണോ എന്നുള്ളത് സേലത്ത്, പിന്നെ മൈസൂരിലും.
അപ്പോൾ ഒരാൾ ഇത് വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്ര സമയമാണ് നിങ്ങൾ ഇതിന് 2 മാസം കൊണ്ട് നമ്മൾ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കും. മീൻസ് പ്രൊജക്ട് മീൻസ് സ്റ്റാർട്ടിങ് മുതൽ സ്റ്റാർട്ടിങ് പ്രൊജക്ട് മീൻസ് DPR മുതൽ അതെ അതെ അവരുടെ ആ സ്ഥലം അവർ റെഡിയാക്കി തരണം. അതിപ്പോൾ മരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ ക്ലിയർ ചെയ്ത് തരണം. അത് കഴിഞ്ഞിട്ടുള്ള ആണ് നമ്മൾ പുറത്ത്. ഫാൻസികൾ എന്തുപോലെ വരുന്നുണ്ട്? ഇത് മറ്റേ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ നമ്മളെ കണക്ട് ചെയ്യുന്നത്. അതിൽ കണക്ട് ചെയ്തത് ഇത് ലേബലൊക്കെ അടിക്കാൻ പറ്റും. അല്ലാതെ തന്നെ ഈ സാധനം നമ്മൾ മറ്റേ വൈൻഡർ വെച്ചിട്ട് ഫിലിം റോളർ നമ്മുടെ പാക്കിംഗ് മെഷീനില്ല, നമ്മുടെ ഫിലിം വൈൻഡർ വെച്ചിട്ട് ഇത് അതിലേക്ക് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. 4-5 മെഷീനൊക്കെ ഉണ്ട് ലേബൽ പ്രിന്റ് ചെയ്യുന്നത്. ബെസ്റ്റ് പ്രോഡക്റ്റാ? അല്ല ഇതൊക്കെ അവിടുന്നോട്ട് ചോദിച്ചത്. ഇതെന്നാ സംഭവം? ഐസോ പാലടയിലാണ്. പഠിക്കുന്നത് മെഷീനറികളും മാനുഫാക്ചറിംഗ് टेस्ट ऑफ करना हो रहा है. टेस्ट है ना? ഐസ്ക്രീം अच्छा है. പൈസ हाँ पैसे